നമസ്കാരം. ഇത് ഞങ്ങളുടെ മാസ് കമ്മീഷനിൽ അവതരിപ്പിക്കുന്ന എപ്സ്റ്റീൻ ഫയൽസ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചുരുങ്ങിയ വീഡിയോയാണ്. ജെഫ്രി എപ്സ്റ്റീൻ ഒരു അമേരിക്കൻ ഫിനാൻസർ ആയിരുന്നു. അദ്ദേഹത്തിന് നിരവധി രാഷ്ട്രീയ പ്രവർത്തകരായും അതുപോലെ ബിസിനസ്സുകാരായിട്ടും അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഗൗരവമുള്ള കുറ്റാരോപണങ്ങൾ ഉയർന്നു വന്നു. കേസുകളുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെയാണ് എപ്സ്റ്റീൻ ഫയലുകൾ എന്ന് പറയുന്നത്. വാട്ട് ഈസ് എപ്സ്റ്റീൻ ഫയൽസ്? കോടതി രേഖകൾ, സാക്ഷിമൊഴികൾ, അന്വേഷണ റിപ്പോർട്ടുകൾ ഇവയെല്ലാം ചേർന്നതാണ് എപ്സ്റ്റീൻ ഫയൽസ്. ഈ രേഖകളിൽ ചില പ്രശസ്ത വ്യക്തികളുടെ പേരുകൾ വന്നതോടെയാണ് ഇവ ലോകമാകെ ശ്രദ്ധേയമായത്. ഈ കേസ് പുറത്തു കൊണ്ടുവരുന്നതിൽ അന്വേഷണ പത്രപ്രവർത്തകർ വലിയ പങ്ക് വഹിച്ചു. സത്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു. മാധ്യമങ്ങൾ ശക്തരായ ആളുകളെ ചോദ്യം ചെയ്തു. അതേസമയം ചില വാർത്തകൾ സെൻസേഷണൽ ആയിരുന്നുവെന്നുള്ള വിമർശനങ്ങളും ഉണ്ടായി. ഇത് മാധ്യമ നൈതികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തി. ഫാക്ട് ചെക്കിംഗ് വളരെ പ്രധാനമാണ്. സത്യസന്ധമായ വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കുക, സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക, ബാധിതരുടെ സ്വകാര്യതയെ മാനിക്കണം. ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങളുടെ എത്തിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്സ്റ്റീൻ ഫയൽസ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: അധികാരം, പണം, സത്യത്തെ മറക്കാൻ കഴിയില്ല. മാധ്യമങ്ങൾ സത്യം പുറത്തു കൊണ്ടുവരുന്ന ശക്തമായ ആയുധമാണ്. എന്നാൽ ഇത് നീതിയോടെയും ഉത്തരവാദിത്തത്തോടെയും ഉപയോഗിക്കണം. നന്ദി.